നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോമ്പിന്റെ 8ാം ദിവസമായ ഇന്ന് ചിന്തയ്ക്കായി തിരഞ്ഞെടുക്കുന്ന ചിന്താവിഷയം സഹനം. അതിനായി തിരഞ്ഞെടുക്കുന്ന വാക്യം റോമർ 5-ാം അധ്യായം 3-4 വാക്യങ്ങൾ. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. സഹിക്കാത്ത മനുഷ്യരായിട്ട് ആരും തന്നെ ഈ ലോകത്തിലില്ല. സഹിക്കാത്തൊരു വിശുദ്ധനെ നമ്മൾ കാണുന്നില്ല. സഹനം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രകാശം പരത്തുമ്പോൾ നമുക്കതിനെ പറ്റി പഴി പറയാൻ നമുക്ക് കഴിയില്ല. സഹന പരീക്ഷയിൽ നമുക്ക് വിജയിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആത്മീയ പരീക്ഷയിൽ നമുക്ക് വിജയിക്കാൻ കഴിയൂ. സഹനത്തിനെ കുറിച്ച് 3 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒന്നാമത്തെ പോയിന്റ്, സഹനം ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ്. സഹനം നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി വരുമ്പോൾ ദൈവം നമ്മെ കൂടുതലായി സ്നേഹിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ദൈവത്തോട് നമ്മൾ കൂടുതലായി ചേരുക ദൈവവും നമ്മളെ കൂടുതലായി ചേർത്ത് പിടിക്കുന്നതാണ്. കൂടുതലായി സങ്കടങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അതിനിടയിൽ നമുക്ക് സന്തോഷം വരുമെന്ന് നമ്മൾ എന്ത് ചെയ്യുക, കരുതുക. യേശുവിൻ്റെ ക്രൂശ് നമുക്ക് വഹിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഈ സഹനം എന്ന് പറയുന്നത്. നമ്മുടെ സഹനം യേശുവിൻ്റെ സഹനത്തോടെ ചേർത്ത് വെച്ച് അത് വിചാരിക്കുമ്പോൾ നമുക്ക് വലിയ പ്രതിഫലം തന്നെ നമുക്ക് ലഭിക്കും. സഹനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ വലിയൊരു അംഗീകാരമായി നമ്മൾ എന്ത് ചെയ്യുക, കരുതുക. ദൈവം നമ്മെ ഉപേക്ഷിച്ചു എന്ന് നമ്മൾ ഒരിക്കലും കരുതരുത്. ക്രൂശ് എടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ അതിൻ്റെ അനുഗ്രഹ മുത്തുകൾ നമുക്ക് ധന്യമാക്കുവാൻ സാധിക്കുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യുക, വിചാരിക്കുക. രണ്ടാമതായി, സഹനം ശുദ്ധീകരണത്തിൻ്റെ അടയാളം. സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള ശക്തി ദൈവം തരും. കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മുടെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ വെണ്മ കൊണ്ട് വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. ദൈവം നമുക്ക് തരുന്ന സഹനങ്ങൾ നമ്മൾ കൂടുതലായി അനുഭവിക്കുമ്പോൾ നമുക്ക് വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടി കയറുവാനുള്ള ഒരു അവസരം ദൈവം തരും. സങ്കീർത്തനം 91:11-12 വാക്യങ്ങൾ. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്നെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ വഹിച്ചുകൊള്ളും. നമ്മുടെ കർത്താവിന് പൂർണ്ണമായി നമ്മെ രക്ഷിക്കാൻ കഴിയുമെന്ന് നാം വിശ്വസിക്കുക. മൂന്നാമതായി, സഹനം ഫലം പുറപ്പെടുവിക്കുന്നതിൻ്റെ അടയാളം. വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും കൂടുതലായി സഹനം അനുഭവിക്കുന്ന മനുഷ്യരെയാണ് ഫലം പുറപ്പെടുവിക്കുന്നവർ എന്ന് പറയുന്നത്. സഹനം എന്ന 3 അക്ഷരത്തിൽ നിന്നാണ് അനുഗ്രഹത്തിൻ്റെ വഴി തുറക്കുന്നത്. കർത്താവ് നമ്മെ കൂടുതലായി അറിയുന്നത് സന്തോഷ നിമിഷങ്ങളിലല്ല കർത്താവിനെ നമുക്ക് കൂടുതലായി കാണാൻ കഴിയുന്നത്. സങ്കട നിമിഷങ്ങളിലാണ് കർത്താവിനെ നമുക്ക് കൂടുതലായി കാണാൻ കഴിയുന്നത്. സഹിക്കുന്നവരോടൊപ്പം ദൈവം കൂടെയുണ്ടെന്ന വിശ്വാസം സഹന ജീവിതത്തിൽ നമ്മൾ അനുഗ്രഹപ്രദമാക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ മുഴുവനും സഹനമുണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. എല്ലാ സഹനത്തിലും ഒരു പുഞ്ചിരിയോടെ നേരിടാൻ നമ്മൾ എന്ത് ചെയ്യുക, പ്രാപ്തരാകുക. ഈ നോമ്പ് കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യർക്കും യേശുവിൻ്റെ ക്രൂശ് നമുക്ക് വഹിക്കാൻ കരുത്ത് ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.